ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പേജ് നമ്പർ 27, മെനി വേസ് ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ ഫിഗേഴ്സ് ഓഫ് വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ പിക്ചർ. അപ്പോൾ ഏത് ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ആദ്യത്തെ ഫിഗറിലുള്ളത് ഒരു ക്രെയിൻ എന്ന് പറഞ്ഞാൽ കൊക്കാണ്. ദെൻ രണ്ടാമത്തേൽ ഫ്രോഗ് തവള. ദെൻ മൂന്നാമത്തേൽ സ്നേക്കാണ്. ദെൻ ലാസ്റ്റ് വൺ ഒരു ഫിഷാണ്. ഓക്കെ, മേക്ക് ദം ബൈ ഫോൾഡിങ് പേപ്പേഴ്സ്. അപ്പോൾ എന്താ കൂട്ടുകാർ, ഈ പേപ്പർ മടക്കിക്കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. യൂസ് ദീസ് ഫിഗേഴ്സ് ടു ഷോ ഹൗ ദേ മൂവ്. ഡു ഓൾ ക്രിയേച്ചേഴ്സ് മൂവ് ഇൻ ദ സെയിം വേ. അപ്പോൾ എന്താണ്, എല്ലാ ക്രിയേച്ചേഴ്സും ഒരുപോലെയാണോ മൂവ് ചെയ്യുക? കാറ്റഗറൈസ് ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ ബേസിൽ ഈ ക്രിയേച്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഓരോ ക്രിയേച്ചേഴ്സും ഓരോ രീതിയിലാണ്. ചിലവർ നടന്നിട്ട്, ചിലവർ ഇഴയും, ചിലവർ സ്വിം ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ് ഓരോരുത്തരും മൂവ് ചെയ്യുക. ദെൻ വാക്കിംഗ് ക്രിയേച്ചേഴ്സിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ലയൺ എഴുതാൻ പറ്റും, ടൈഗർ എഴുതാൻ പറ്റും, എലഫൻറ്റ് എഴുതാൻ പറ്റും, ഡിയർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സ്നേക്ക്. അതിൻ്റെ മേലെ നമുക്ക് എന്ത് കൊടുക്കാം? ക്രൗളിംഗ് ക്രിയേച്ചേഴ്സ്, അതായത് ഇഴയുന്ന ക്രിയേച്ചേഴ്സ്, ജീവികൾ. അപ്പോൾ നമുക്ക് സ്നേക്ക് എഴുതാം, മില്ലിപേഡ് എഴുതാം, സ്നെയിൽ എഴുതാം, ടോട്ടോയിസ് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ് ആണ്, അതായത് പറന്നു പോകുന്ന ക്രിയേച്ചേഴ്സ്. ഏതൊക്കെയാണ്? നമുക്ക് ക്രോ എഴുതാം, പീജിയൻ എഴുതാം, പാരറ്റ് എഴുതാം, ഈഗിൾ എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ്, അതായത് സ്വിം ചെയ്യുന്ന ക്രിയേച്ചേഴ്സ്, നീന്തുന്നത്. ഏതൊക്കെയാണ്? ഫിഷ്, ഫ്രോഗ്, ക്രാബ്, ക്രൊക്കഡോയിൽ. ഓക്കെ, ഈസ് ദർ എനി ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ എ ഡിഫറെൻറ്റ് വേ. എന്താണ് ഡിഫറെൻറ്റ് വേയിൽ, അതായത് വെവ്വേറെ വ്യത്യസ്ത രീതികളിൽ മൂവ് ചെയ്യുന്ന ഏതെങ്കിലും ക്രിയേച്ചേഴ്സ്, ജീവികളുണ്ടോ? ഒരുപാട് ജീവികളുണ്ടല്ലേ. ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്സ്, ഗ്രാസ് ഹോപ്പർ എക്സെട്ര. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ആരൊക്കെ? ഫ്രോഗും ഗ്രാസ് ഹോപ്പറും ഒക്കെ. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ക്രിയേച്ചേഴ്സും ദെൻ ബോഡി ഫീച്ചേഴ്സും ദെൻ അതിൻ്റെ മൂവ്മെൻറ്റ്സും. അപ്പോൾ ഒന്ന് ഹോഴ്സ്, അതായത് കുതിരയുടെ തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ബോഡി ഫീച്ചർ? 4 legs ദാറ്റ് ബെൻഡ് ബാക്ക്വേർഡ്സ്. അപ്പോൾ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്ന 4 കാലുകൾ, അതാണ് കുതിരയുടെ ഫീച്ചർ. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്? വാക്ക് ചെയ്യാൻ പറ്റും, ദെൻ റൺ ചെയ്യാൻ പറ്റും, നടക്കാനും പറ്റും, ഓടാനും പറ്റും. അങ്ങനെ ബാക്കി നമുക്ക് എഴുതി നോക്കാം. അടുത്തത് സ്നേക്കാണ്. അപ്പോൾ സ്നേക്കിൻ്റെ എന്താ ബോഡി ഫീച്ചർ? അപ്പോൾ സ്നേക്കിൻ്റെ ബോഡി ഫീച്ചർ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഹാസ് നോ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. എന്താണ്? ലെഗ്സും ഇല്ല, ഹാൻഡ്സും ഇല്ല. ദെൻ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ക്രൗൾ ചെയ്യാണ് ചെയ്യുക, ഇഴയാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താ? ബേർഡിൻ്റെയാണ്. ബേർഡിൻ്റെ ഇറ്റ് ഹാസ് വിങ്സ് ടു ഫ്ലൈ. എന്താണ്? പറക്കാനായിട്ട് വിങ്സ് ഉണ്ട്. ഷാർപ്പ് ബീക്ക് ആൻഡ് നെയിൽസ്. ഷാർപ്പായിട്ടുള്ള ബീക്കും ഉണ്ട്, അതുപോലെ നെയിൽസ് എന്ന് പറഞ്ഞാൽ നഖങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഫ്ലൈ, വാക്ക്. ഫ്ലൈ ചെയ്യാനും പറ്റും, വാക്ക് ചെയ്യാനും പറ്റും. ഇനി ഫിഷാണ്. ഫിഷിൻ്റെ ബോഡി ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലാറ്റ് ബോഡി ആയിരിക്കും. ദെൻ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്കറിയാം എന്താണ്? നീന്തലാണ്, സ്വിമ്മാണ്. അടുത്തത് എന്താ? ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡക്ക്. ഡക്കിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടുകാരെ നോക്കി, അതാണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ? സ്വിം ചെയ്യുന്നുണ്ട്, ദെൻ ചെറുതായിട്ടൊന്ന് ഫ്ലൈ ചെയ്യണ പോലെ ഉണ്ട്, ദെൻ നടക്കുന്നുണ്ട്. ഓൾ ദീസ് ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ ഫൈൻഡ് ദം ഔട്ട്. അപ്പോൾ എന്താണ്? ചില ക്രിയേച്ചേഴ്സൊക്കെ ഒന്നിൽ കൂടുതൽ വേസിൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡക്കിൻ്റെ പോലെ. റൈറ്റ് ഡൗൺ അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോർ ക്രിയേച്ചേഴ്സ്, ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് എക്സ്പാൻഡ് ദ അബൌട്ട് ടേബിൾ. അപ്പോൾ എന്താണ്? നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മേലെ തന്നിട്ടുള്ള ടേബിൾ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുക. ഈച്ച് ക്രിയേച്ചേഴ്സ് ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലിവ്സ്. എന്താണ്? എല്ലാ ക്രിയേച്ചേഴ്സിനും, ഓരോരോ ക്രിയേച്ചേഴ്സിനും അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് അനുസരിച്ചിട്ടും അത് നിൽക്കുന്ന എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ടുമാണ്. ഓക്കെ, ബോഡി. അപ്പോൾ എന്താണ്? ബോഡി ഫീച്ചേഴ്സും എൻവയോൺമെൻറ്റുമാണ് ഈ ക്രിയേച്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്. ആ മൂവ്മെൻറ്റിനെ ഡിഫറെൻറ്റ് വേസിലാക്കുന്നതും ഈ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റുമാണ്.
അടുത്തത് എന്താ? ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. ആൻഡ്സ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. അപ്പോൾ എന്താണ്? ഒരു ക്രിയേച്ചർ പറയുന്നുണ്ട് ആൻഡും അതുപോലെ തന്നെ സ്മോൾ ഇൻസെക്ട്സുമാണ് എൻ്റെ ഫുഡ് എന്നുള്ളത്. ദെൻ വേറെ ആരാണ്? ബട്ടർഫ്ലൈ പറയുന്നുണ്ട് ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിലുള്ള തേന് നെക്ടറാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നുണ്ട്. ഹാവ് യു റീഡ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ പ്രേയിങ് മാൻറ്റീസ് ആൻഡ് ബട്ടർഫ്ലൈ. അപ്പോൾ ആദ്യത്തെ പിക്ചറിലുള്ളത് എന്താണ്? പ്രേയിങ് മാൻറ്റീസ് ആണ്. ദെൻ രണ്ടാമത്തെ പിക്ചറിലുള്ളത് ആരാ? ബട്ടർഫ്ലൈ ആണ്. വാട്ട് ഡിഡ് ദേ സേ? അപ്പോൾ അവരെന്താ? അവരുടെ ഫുഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് ദ ഫ്യൂ അതർ ക്രിയേച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ. അപ്പോൾ എന്താണ്? താഴെ ക്രിയേച്ചേഴ്സും ഫുഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്രിയേച്ചർ ഏതാ? കൗ ആണ്. കൗവിൻ്റെ ഫുഡ് എന്താ? ലീഫും ഗ്രെയിൻസും. ഈ നെക്സ്റ്റ് ക്രോ ആണ്. ക്രോ എന്തൊക്കെ കഴിക്കും? ഫ്രൂട്ട്സ് കഴിക്കും, അതുപോലെ മീറ്റ് ഇറച്ചി കഴിക്കും, ഫിഷ് കഴിക്കും, ദെൻ ഗ്രെയിൻസ് ധാന്യങ്ങളും കഴിക്കും. ദെൻ എലിഫൻറ്റ് വരുമ്പോൾ ലീഫ് കഴിക്കും, ഷുഗർ കെയിൻ കഴിക്കും, പാം ലീഫ് കഴിക്കും. നെക്സ്റ്റ് സ്ക്വിറലാണ്. സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ അണ്ണാണ് സീഡ്സ് കഴിക്കും, ദെൻ ഫ്രൂട്ട്സ്. ദെൻ ഹെൻ എന്തൊക്കെ കഴിക്കും? ഹെൻ എന്ന് പറഞ്ഞാൽ കോഴിയാണ്. കോഴി ലീഫ് കഴിക്കും, മീറ്റ് കഴിക്കും, ഫിഷ് കഴിക്കും, ഗ്രെയിൻസ് കഴിക്കും. ദെൻ ഈഗിളാണ്. ഈഗിൾ മീറ്റാണ് കഴിക്കുക. ദെൻ കിങ് ഫിഷർ എന്താ കഴിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിഷാണ് കഴിക്കുക. ദെൻ ഫ്രോഗ് എന്തൊക്കെ കഴിക്കും? ഫ്രോഗ് തവളയാണ്. തവള സ്മോൾ ഫിഷസ് കഴിക്കും. ദെൻ ഗ്രാസ് ഹോപ്പർ കഴിക്കും. ദെൻ ലയൺ മീറ്റ് കഴിക്കും. ദെൻ ടൈഗറും മീറ്റ് കഴിക്കും. വിച്ച് among the creatures eat only the parts of the plants? അതായത് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ആനിമൽസ് അല്ലെങ്കിൽ ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? കൗവ്, എലിഫൻറ്റ്, സ്ക്വിറല്. നെക്സ്റ്റ് എന്താ? വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ് മാത്രം കഴിക്കുന്നത് ആരൊക്കെയാണ്? ഈഗിള്, കിങ് ഫിഷർ, ലയണ്, ടൈഗർ. ഓക്കെ. ഇനി എന്താ? വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സും അതുപോലെ മീറ്റും കഴിക്കുന്നത് ആരൊക്കെയാണ്? ക്രോ, ഹെന്ന്, ഫ്രോഗ്. ആരൊക്കെയാണ്? ക്രോയ്, ഹെന്ന്, ഫ്രോഗ്. The creatures which eat only plant parts are called herbivores. അപ്പോൾ എന്താണ് herbivores എന്ന് പറഞ്ഞാൽ? The ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ്, അതായത് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ജീവികൾ, ക്രിയേച്ചേഴ്സിനെയാണ് നമ്മൾ ഹെർബിവോറസ് എന്ന് പറയുന്നത്. ദെൻ അവ മറ്റേ മീറ്റ് കഴിക്കുന്നവർ എന്താണെന്ന് നോക്കി നോക്കാം. ദ ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോറസ്. അപ്പോൾ എന്താണ്? പ്ലാന്റ്സ് കഴിക്കുന്നവയെ നമ്മൾ ഹെർബിവോറസ് എന്ന് പറയും. ദെൻ മീറ്റ് കഴിക്കുന്നവരെ നമ്മൾ കാർണിവോറസ് എന്ന് പറയും. ദെൻ അടുത്തത് രണ്ടും കഴിക്കുന്നവരെ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ് കഴിക്കുന്നവരെ എന്താ നമ്മൾ പറയുക? ഒംനിവോറസ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. ഓക്കെ. ഇനി അടുത്തത് എന്താ? കളർ ദ സർക്കിൾസ് ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൺ. അപ്പോൾ എന്താ? ഇതിൽ കാർണിവോറസ്, അതായത് ഈ മീറ്റ് മാത്രം കഴിക്കുന്നവയെ നമ്മൾ മഞ്ഞ കളർ ചെയ്യണം. ദെൻ മീറ്റും അതുപോലെ പ്ലാന്റും കഴിക്കുന്നവയെ പച്ച കളർ ചെയ്യണം. ദെൻ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയെ നമ്മൾ റെഡ് കളർ ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് എന്താ? കൗ ആണ്. കൗവിന് ഏതാ വരിക? കൗ ഒരു ഹെർബിവോറസ് ആണ്, അതായത് പ്ലാന്റ്സ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ചുവപ്പ്. ദെൻ അടുത്തത് ഡിയറാണ്. ഡിയറും ഹെർബിവോറസ് ആണ്, അപ്പോൾ അതും ചുവപ്പ്. ഇനി നെക്സ്റ്റ് എന്താ? ഹെന്നാണ്. ഹെന്ന് എന്ത് ചെയ്യും? ഹെന്ന് ബോത്ത് മീറ്റും കഴിക്കും അതുപോലെ പ്ലാന്റ്സും കഴിക്കും, അപ്പോൾ പച്ച. ദെൻ ടൈഗർ എന്താ? ടൈഗർ മീറ്റ് മാത്രമേ കഴിക്കുള്ളൂ, അപ്പോൾ കാർണിവോറസ്, അപ്പോൾ മഞ്ഞ. ദെൻ അടുത്തത് എന്താ? ഫ്രോഗ് ആണ്. ഫ്രോഗ് എന്താ കഴിക്കുക? ഫ്രോഗ് ഒംനിവോറസ് ആണ്, രണ്ടും കഴിക്കും. ഓക്കെ. ഇനി അടുത്തത് എന്താ? അടുത്തതൊരു ഇൻസെക്റ്റ് ആണ്. ഇൻസെക്റ്റ് എന്താ? ഹെർബിവോറസ് ആണ്. ദെൻ അടുത്തത് ബഫല്ലോ ആണ്. അപ്പോൾ ബഫല്ലോ ഒക്കെ ഏതാ വരിക? കൗവിനെ പോലെ തന്നെ ഹെർബിവോറസ് ആണ്. ദെൻ ബട്ടർഫ്ലൈ ഹെർബിവോറസ് ആണ്. ദെൻ അടുത്തത് എന്താ? റാറ്റാണ്. റാറ്റ് ഹെർബിവോറസ് ആണ്. ദെൻ ലിസാർഡ് ഏതാ? കാർണിവോറസ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കളർ ചെയ്യുക. അടുത്തത് എന്താ? കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് ദ ആനിമൽസ്. അതായത് ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസിന് എക്സാമ്പിൾസ് എഴുതുക. അപ്പോൾ ഹെർബിവോറസിൽ നമുക്ക് ആരിനൊക്കെ എഴുതാൻ പറ്റും?
കൗവ്, എലിഫൻറ്റ്, ആന, സ്ക്വിരൽ, അണ്ണാന്, ഗോട്ട്, ബട്ടർഫ്ലൈ, ഡിയർ, റാബിറ്റ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ അടുത്തതിലോ കാർണിവോറസിൽ നമുക്ക് ലയൺ എഴുതാം, ടൈഗർ എഴുതാം, ചീറ്റ എഴുതാം, ഫോക്സ്, ഈഗിൾ, കിങ്ഫിഷർ, വോൾഫ്. നെക്സ്റ്റ് ഓംനിവോറസ് ആണെങ്കിലോ ക്രോ, ഹെന്ന്, ഫ്രോഗ്. ദെൻ ഹ്യൂമൻ എന്താണ്, നമ്മൾ മനുഷ്യന്മാരെന്താണ് ഒരു ഓംനിവോറസ് ആണ്. നമ്മൾ എന്താണ് മീറ്റ് കഴിക്കും, അതുപോലെ പ്ലാന്റ്സും കഴിക്കും. അപ്പോൾ ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവ, കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മീറ്റ് മാത്രം കഴിക്കുന്നവ. ദെൻ ഓംനിവോറസ് എന്ന് പറഞ്ഞാൽ ആരാണ്, മീറ്റും പ്ലാന്റ്സും കഴിക്കുന്ന ക്രിയേച്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഇസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചർ ഓഫ് ക്രിയേച്ചേഴ്സ് ആൻഡ് ദയർ ഫുഡ് ഹാബിറ്റ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ, റൈറ്റ്. അപ്പോൾ എന്താണ് ഈ ബോഡി ഫീച്ചേഴ്സും അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പോൾ നമുക്കറിയാം എന്താണ് റിലേഷൻ ഉണ്ട്. ദെൻ അടുത്തത് എന്താ, ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ കൂട്ടുകാർ ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദ പ്രേ ആൻഡ് ഈറ്റ്. അതായത് അവരുടെ പ്രേ, അതായത് അവരുടെ ഫുഡ് കഴിക്കാൻ അവരിൽ ഏത് ബോഡി പാർട്സ് ആണ് സഹായിക്കുന്നത്? അപ്പോൾ ഡക്കിൽ ഏതാണ്, ഡക്കിൻ്റെ ബീക്ക് ആയിട്ടാണ് പ്രേനെ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡക്കിൽ ബീക്ക് എഴുതുക. ദെൻ ഈഗിൾ ആവുമ്പോഴോ ബീക്കും അതുപോലെ തന്നെ ലെഗ്സും അതുപോലെ നെയിൽസും. അപ്പോൾ ലെഗ് വെച്ചിട്ടാണ് ഈഗിൾ എന്ത് ചെയ്യുന്നത്, പ്രേനെ പിടിക്കുന്നത്. ബീക്ക് വെച്ചിട്ടാണ് കഴിക്കുന്നത്. ദെൻ ഫ്രോഗ് ആണെങ്കിലോ ഫ്രോഗ് ടങ്ക് യൂസ് ചെയ്തിട്ടാണ് ഫുഡ് അകത്താക്കുക. ഓക്കെ, നെക്സ്റ്റ് ലയൺ ആണെങ്കിൽ ടീത്തും അതുപോലെ തന്നെ നെയിലും. ഓക്കെ, കാർണിവോറസ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദെയർ പ്രേ. അപ്പോൾ എന്താണ് അവരുടെ പ്രേ, അതായത് അവരുടെ ഇരയെ അവരെങ്ങനെ പിടിക്കുക എന്നാണ് പറയണത്. കാർണിവോറസ് ആണെങ്കിൽ അവരുടെ ഷാർപ്പ് നെയിൽസ് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദെയർ പ്രേ. അപ്പോൾ ആ ഇരയെ എന്താണ് അവരെ ടീത്ത് യൂസ് ചെയ്തിട്ടാണ് ടിയർ ചെയ്ത് ബൈറ്റ് ചെയ്തിട്ട് അവർ കഴിക്കുക. ഓക്കെ, നെക്സ്റ്റ് കാർണിവോർ birds can peck and eat their prey with their strong sharp beak. അപ്പോൾ കാർണിവോറസ് ബേർഡ്സ് ആണെങ്കിലോ അവർ സ്ട്രോങ് ആയിട്ടുള്ള ബീക്സ് വെച്ചിട്ടാണ് അവർ ഇരയെ പിടിക്കുക. സ്ട്രോങ് ആൻഡ് ദെയർ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ്പ് ദം ഇൻ ഗാദറിങ് ഫുഡ്. അപ്പോൾ എന്താ ക്ലോസ് എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അതാണ് ക്ലോസ്. ദെൻ അത് യൂസ് ചെയ്തിട്ടാണ് അവർ ഇരയെ പിടിച്ചിട്ട് അവർ അകത്താക്കുക. The structure of the teeth of herbivores is situated to chew plant parts. അപ്പോൾ എന്താണ് ഹെർബിവോറസിൻ്റെ ടീത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നാണ് പറയണത്, ഈ പ്ലാന്റ് പാർട്സിനെയൊക്കെ ച്യൂ ചെയ്യാനുള്ള രീതിയിലാണ് ഉള്ളത്. ഓക്കെ, മെനി ഫോംസ് വൺ ലൈഫ്. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. There were some light yellow pearly object in a plant. Mitra called her mother. Mother looked at the leaves. അപ്പോൾ എന്താണ് മിത്ര കോർട്ട്യാർഡ്, അതായത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. There was some light yellow pearly object in a plant. അപ്പോൾ ഒരു പ്ലാന്റിൽ എന്ത് കണ്ടു, ഒരു ലൈറ്റ് യെല്ലോ പേർലി ഒബ്ജക്റ്റ്, ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പേർലി ഒബ്ജക്റ്റ് കണ്ടു. മിത്ര കോൾ ഹർ മദർ. എന്നിട്ട് എന്ത് ചെയ്തു, മിത്രയുടെ അമ്മനെ വിളിച്ചു. മദർ ലുക്ക്ഡ് അറ്റ് ദ ലീവ്സ്. എന്നിട്ട് അമ്മ ആ ലീവ്സുമ്മ നോക്കി. These are the eggs of butterfly dear. അപ്പോൾ അത് എന്താണ്, അത് ബട്ടർഫ്ലൈയുടെ എഗ്സ് ആണ്. She waited eagerly to see the butterfly coming out of the egg. അപ്പോൾ എന്താണ്, അപ്പം മിത്ര ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഈ എഗ്ഗിൽ നിന്ന് ബട്ടർഫ്ലൈ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. What a surprise, she saw only worms. എന്താണ്, പക്ഷേ അവൾ ബട്ടർഫ്ലൈനെ കണ്ടില്ല, അവൾ കണ്ടത് worms, പുഴുവിനെയാണ്. മോം, ആർ ദേ റിയലി നോട്ട് ദ എഗ്സ് ഓഫ് ബട്ടർഫ്ലൈസ്? അപ്പോൾ അമ്മനോട് ചോദിക്കുകയാണ്, ഇത് ശരിക്കും ബട്ടർഫ്ലൈൻ്റെ എഗ്ഗ് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. ദിസ് വേംസ് വിൽ ബിക്കെയിം ബട്ടർഫ്ലൈസ് ഡിയർ, ഇറ്റ് ഈസ് കോൾഡ് ലാർവ. അപ്പോൾ എന്താണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ വേംസ് ആണ് എന്താവുക, ഈ വേംസ് ആണ് ബട്ടർഫ്ലൈ ആയിട്ട് മാറുക. ഈ വേംസിനെ നമ്മൾ പറയുന്ന പേരാണ് ലാർവ. ഇറ്റ് ഈസ് കോൾഡ് ലാർവ. അപ്പോൾ എന്താണ് പറയുക, ലാർവ എന്നാണ് പറയുക. Mitra became curious. She took photos of the changes happening to the worm in the following days. അപ്പോൾ എന്താണ്
ഈ വേമിന് വരുന്ന ഓരോ ചേഞ്ചസും ഈ മിത്ര എന്ത് ചെയ്തു, ഫോട്ടോ എടുത്ത് വെച്ചു. ഒബ്സർവ് ദ പിക്ചർ, ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ഈച്ച് സ്റ്റേജ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻ യുവർ എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ ഈ ഓരോ സ്റ്റേജ് നമുക്ക് നോക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്താണ്, എഗ്ഗാവും. ദെൻ എഗ്ഗ് എന്താവും, ലാർവയാവും. ദെൻ ലാർവ എന്താവും, പ്യൂപ്പയാവും. ദെൻ പ്യൂപ്പ ബട്ടർഫ്ലൈ ആവും. എങ്ങനെയാണ്, എഗ്ഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. ഇഫ് യു ഒബ്സർവ് ദ ബോട്ടം ഓഫ് ദ കറി ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ്സ് യു ക്യാൻ ഫൈൻഡ് ബട്ടർഫ്ലൈ എഗ് സ്റ്റിക്കിങ് ദർ. അപ്പോൾ എന്താണ്, നമ്മൾ കറി ലീവ്സ് പ്ലാന്റ്സിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത്, ഈ ബട്ടർഫ്ലൈസിൻ്റെ എഗ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കളർ ദ ബട്ടർഫ്ലൈ. പിന്നെ ഒരു ബട്ടർഫ്ലൈ തന്നിട്ടുണ്ട്, അപ്പോൾ അത് കൂട്ടുകാർ കളർ ചെയ്യുക. Observe these butterflies are in the designs on the wings the same. How about the butterfly that you colored? അപ്പോൾ എന്താണ്, ഇത് രണ്ട് വ്യത്യസ്ത ടൈപ്പിലുള്ള ബട്ടർഫ്ലൈസ് ആണ്. അപ്പോൾ നിങ്ങൾ കളർ ചെയ്ത ബട്ടർഫ്ലൈസ് ഇതുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഡു ദ വിങ്സ് ഓഫ് ഓൾ ബട്ടർഫ്ലൈസ് ലുക്ക് ലൈക്ക്? ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ് ടു ദ ക്ലാസ്. അപ്പോൾ എന്താണ്, നമ്മൾ കാണുന്ന എല്ലാ ബട്ടർഫ്ലൈസിൻ്റെയും വിങ്സ്, അതായത് ചിറകുകൾ ഒരുപോലെയാണോ നോക്കുക. എന്നിട്ട് ഇത് കൂട്ടുകാരുടെ സറൗണ്ടിങ്സിൽ കാണുന്ന ബട്ടർഫ്ലൈസിൻ്റെ ചിറകൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. Each class of butterfly is given names to identify them. Oh, do butterflies have names? അപ്പോൾ എന്താണ്, ഓരോ കാറ്റഗറീസിനും ഓരോ പേരുണ്ടെന്ന് ഒരു കുട്ടി പറയുമ്പോൾ അടുത്ത കുട്ടി ചോദിക്കുകയാണ് ബട്ടർഫ്ലൈസിനും പേരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദെൻ രണ്ട് പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, കോമൺ ഗ്രാസ് യെല്ലോയും അതുപോലെ തന്നെ കോമൺ ജെസബീലും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. The largest butterfly in Kerala is southern birdwing, ഗരുഡ ശലഭം. അപ്പോൾ എന്താണ്, കേരളത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഏതാണ്, സദേൺ ബേർഡ് വിങ് ആണ്. മലയാളത്തിൽ എന്താ, ഗരുഡ ശലഭം എന്ന് പറയും. ആൻഡ് ദ സ്മോളസ്റ്റ്, ഏറ്റവും ചെറുത് ഏതാ, ഗ്രാസ് ജുവൽ, രത്നനീലിയാണ്. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരള ഈസ് മലബാർ ബാൻഡഡ് പീക്കോക്ക്, ബുദ്ധമയൂരി. അപ്പോൾ കേരളത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ബട്ടർഫ്ലൈ ഏതാണ്, മലബാർ ബാൻഡഡ് പീക്കോക്ക് ആണ്, ബുദ്ധമയൂരി. ഓക്കെ, ദ പിക്ചർ ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ നമ്മളെ സറൗണ്ടിങ്സിൽ കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. ടൗണി കോസ്റ്റർ, അപ്പോൾ ആദ്യത്തേത് ഏതാണ്, ടൗണി കോസ്റ്റർ ആണ്. ദെൻ കോമൺ പൈറോട്ടാണ്. ദെൻ ബ്ലൂ ടൈഗർ ആണ്. ക്രിംസൺ റോസ്, ലെമോൺ പാൻസി, കോമൺ മർമോൺ. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നോക്കിയിട്ട് ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ പേര് എഴുതുക. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 ways. അപ്പോൾ രണ്ട് രീതിയിലാണ് ബട്ടർഫ്ലൈസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ ലൈയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്. അപ്പോൾ എന്തിനാണ്, അവർ എഗ്ഗ് ലേ ചെയ്യാനും അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ടുമാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നത്. ദ കോമൺ മെർമോൺ ബട്ടർഫ്ലൈ, അതായത് നാരകക്കള്ളി, യൂഷ്വലി ലേസ് എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ്. അപ്പോൾ മർമോൺ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് സിട്രസ് പ്ലാന്റും അതായത് നാരകമില്ലേ, അപ്പോൾ അതിന്മേലാണ് എഗ്ഗ് ലേ ചെയ്യാറ്. ആൻഡ് ഓറഞ്ച് ബെറി പ്ലാന്റ്, മാത്രമല്ല പാനാൽ എന്ന് പറയുന്ന ഓറഞ്ച് ബെറി പ്ലാന്റിൻ്റെ മേലും എഗ്ഗ് ലേ ചെയ്യാറുണ്ട്. ദ ലാർവ ഈറ്റ് ദ ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. അപ്പോൾ എന്താണ്, ഈ ലാർവ എന്ത് ചെയ്യും, ഈ പ്ലാന്റ്സ് ഒക്കെ ഈറ്റ് ചെയ്യും. when they become butterflies they find nectar from the flowers of hibiscus, white orchid tree and morning breeze plants. അപ്പോൾ ഇത് വലുതായിട്ടൊരു ബട്ടർഫ്ലൈ ആയാൽ പിന്നെ ഏത് പ്ലാന്റ്സിൽ നിന്നാണ് നെക്ടർ എടുക്കുക, ഹിബിസ്കസിൽ നിന്ന്, വൈറ്റ് ഓർക്കിഡ് ട്രീന്ന്, ദെൻ മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സിൽ നിന്നൊക്കെയാണ് പിന്നെ നെക്ടറിന് വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഏതിൽ നിന്നൊക്കെയാണ് നെക്ടർ എടുക്കുക, ഹിബിസ്കസിൽ നിന്ന്, വൈറ്റ് ഓർക്കിഡ് ട്രീന്ന്, ദെൻ അതുപോലെ തന്നെ മോർണിംഗ് ബ്രീസ് പ്ലാന്റിൽ നിന്ന്. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, അതായത് കൃഷ്ണകിരീടം, റാറ്റൽ വീഡ് കിലുക്കി, കറി ലീഫ് പ്ലാന്റ്, സിട്രസ്, ഒലിൻഡർ അറലി,
that attract butterflies in your school's biodiversity garden. അപ്പോൾ ഏതൊക്കെയാണ് ഈ പഗോഡ ഫ്ലവർ, റാറ്റിൽ വീഡ്, കറി ലീഫ് പ്ലാന്റ്, സിട്രസ്, ഒലീൻഡർ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ പ്ലാന്റ്സ് ഒക്കെ ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യും. ഒബ്സർവ് വാട്ട് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് കം ടു ദ ഗാർഡൻ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലത്തെ ഗാർഡനിൽ ഏതൊക്കെ ടൈപ്സ് ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് എന്നൊക്കെ ഒബ്സർവ് ചെയ്യുക. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ അറൗണ്ട് അസ്. അപ്പോൾ എന്താണ് ഈ പിക്ചറിൽ കൂട്ടുകാർ നോക്കും, നമുക്ക് ചുറ്റും എന്തോരം വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആണുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. വാട്ട് ഡു ദേ ലിവ്. അപ്പോൾ ഈ ക്രിയേച്ചേഴ്സൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ഫോറസ്റ്റിൽ, പോണ്ടിൽ, റിവറിൽ, ഗാർഡനിൽ, സീയിൽ, ഫീൽഡിലൊക്കെ ആയിട്ടാണ് ഇത്തരം ക്രിയേച്ചേഴ്സ് താമസിക്കുക. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കെയിം എക്സ്റ്റിങ്ക്ട്? ദ എർത്ത് ബിലോങ്സ് ടു എവ്രി വൺ, ഡസൻറ്റ് ഇറ്റ്. അപ്പോൾ ഒരെണ്ണം എക്സ്റ്റിങ്ക്റ്റ് ആയാൽ എന്താണ്? അപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കി ക്രിയേച്ചേഴ്സിനെ അത് ബാധിക്കും. ഓക്കെ, വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ് വേർ ദീസ് ക്രിയേച്ചേഴ്സ് ലീവ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഡു നോട്ട് ത്രോ വേസ്റ്റ് പുറത്തേക്ക് ഇടാൻ പാടില്ല. ഡു നോട്ട് കട്ട് ട്രീസ് ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. പ്ലാന്റ് മോർ ട്രീസ്, ഒരുപാട് ട്രീസ് വെച്ച് പിടിപ്പിക്കണം. ഡു നോട്ട് ഡിസ്ട്രോയ് ഫീൽഡ്സ്, ഹിൽസ്, പോൺസ് ആൻഡ് റിവേഴ്സ്. എന്താണ്? ഇവർ താമസിക്കുന്ന ഫീൽഡും ഹിൽസും പോൺസും റിവേഴ്സും ഒന്നും തന്നെ നമ്മൾ ഡിസ്ട്രോയ് ആക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ ക്രിയേച്ചേഴ്സിനെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.